ഈ യോഗം കേൾക്കാനായി നിൽക്കുന്ന സുഹൃത്തുക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരെ, സഖാക്കളെ, ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതി ഏറെ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. ഇനി 26-ാം തീയതി കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ 24-ന് അവസാനിക്കും. 26-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ എന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, കഴിഞ്ഞ കുറെ പതിറ്റാണ്ട് കാലങ്ങളായി കേരളത്തിൽ 3 സുപ്രധാന മുന്നണികൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. 80കളുടെ തുടക്കം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. ഏതാണ്ട് അതേ സമയം മുതൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മത്സരരംഗത്തുണ്ട്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് മുകളിലായി BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ആ 3 മുന്നണികളും ഈ 26-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്ത് സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷെ മത്സരരംഗത്ത് ആ മുന്നണികൾ സജീവമായി നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ ഈ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പുകോർത്ത് നിന്ന് മത്സരിക്കുകയായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ 3 മുന്നണികളും പരസ്യമായി കൊമ്പുകോർക്കുന്നുണ്ടെങ്കിലും അകമേ ആ മുന്നണികളെല്ലാം സംരക്ഷിക്കുന്നത് ഒരേ ഒരു താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ മത്സരിക്കുന്നത്. പുറമേ ഈ 3 മുന്നണികളും തമ്മിൽ വലിയ മത്സരത്തിലാണ്. കോൺഗ്രസിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ കോൺഗ്രസ്, അവർക്കെല്ലാവർക്കുമെതിരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള BJP. അങ്ങനെ പുറമേ നിന്ന് നോക്കിയാൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാതെ മത്സരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമാണ് എന്നാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഈ 3 മുന്നണികളും ഈ 3 മുന്നണികളും മത്സരം കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ ഈ 3 മുന്നണികളുടെയും മത്സരം കൊണ്ട് ആത്യന്തിക നേട്ടമുണ്ടാകുന്നത് ഏതെങ്കിലും നിശ്ചിത താല്പര്യക്കാരനോ സ്വാർത്ഥ താല്പര്യക്കാരനോ കരിമണൽ കൊള്ളക്കാരനോ അല്ലെങ്കിൽ കരിഞ്ചന്തക്കാരനോ പാറമടക്കാരനോ ആയിരിക്കും എന്നാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, എം ആരിഫ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 2ാം തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ എം ആരിഫ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് 10,000-കണക്കിന് കോടി രൂപയുടെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കരിമണൽ കർത്ത എന്ന ശശിധരൻ കർത്തായ്ക്കെതിരായിട്ട് ഒരു വാക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ 10-20 ദിവസങ്ങളായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണല്ലോ. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് ഈ ആരിഫ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി
അങ്ങ് തോട്ടപ്പള്ളിയിൽ കരിമണൽ കൊള്ള നടത്തി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത എന്ന ശശിധരൻ കർത്തായ്ക്കെതിരെ ഒരു വാക്കെങ്കിലും പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടോ സുഹൃത്തുക്കളെ? അയാൾ പറഞ്ഞിട്ടുണ്ടോ? തോട്ടപ്പള്ളിയിൽ കരിമണൽ കൊള്ള നടക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. തോട്ടപ്പള്ളിയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കരിമണൽ കൊള്ള നടക്കുന്നതിനെതിരെ അവിടെ 1000-ലധികം ദിവസമായി വലിയ സമരം നടക്കുകയല്ലേ. ആ കരിമണൽ കൊള്ള അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശശിധരൻ കർത്താവിനെതിരെ ഒരു വാക്കു പറയാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AM ആരിഫിന് കഴിഞ്ഞിട്ടുണ്ടോ? അതോ കരിമണൽ കർത്താവ് കൊള്ള നടത്തുന്നില്ല എന്നാണോ ആരിഫ് പറയുന്നത്? ആണ് എന്റെ ചോദ്യം. കരിമണൽ കർത്താവ് എന്ന് പറയുന്ന ശശിധരൻ കർത്തായ്ക്ക് മുമ്പിൽ വിശ്വസ്ത വിനീത വിധേയനായി നിൽക്കാനല്ലേ AM ആരിഫിന് കഴിയുകയുള്ളൂ. ശശിധരൻ കർത്തായുടെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കാനല്ലേ ആരിഫിന് കഴിയുകയുള്ളൂ. ശശിധരൻ കർത്തായുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനല്ലേ AM ആരിഫിന് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ എവിടെയെങ്കിലും വെച്ച് കരിമണൽ കൊള്ള നടത്തുന്ന കരിമണൽ കർത്തായ്ക്കെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ കൊള്ളയ്ക്കെതിരെ കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? അപ്പൊ കരിമണൽ കൊള്ള നടത്തുന്ന ശശിധരൻ കർത്തായ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കരിമണൽ കൊള്ള നടത്തുന്ന ശശിധരൻ കർത്താവിന്റെ നയങ്ങൾക്ക് വേണ്ടിയല്ലേ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടെ മത്സരിക്കുന്നത്? അല്ലേ? അല്ലെന്ന് പറയാൻ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കഴിയുമോ? ഇവിടെ കരിമണൽ കൊള്ള നടത്തുന്ന ശശിധരൻ കർത്തായ്ക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ AM ആരിഫും KC വേണുഗോപാലും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഞാൻ പറയുന്നത്, ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന മത്സരം സൗഹൃദ മത്സരമാണ് എന്ന്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്യമായി കൊമ്പുകോർക്കുമ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള പണം മുഴുവൻ ഇവിടെ നിക്ഷിപ്ത താല്പര്യക്കാരനും സ്വാർത്ഥ താല്പര്യക്കാരനും ചെലവഴിക്കുന്നതാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പോസ്റ്റർ പ്രളയമല്ലേ. ഇവിടെ ദേശീയപാതയുടെ സൈഡ് വശങ്ങളിൽ എവിടെ നോക്കിയാലും വലിയ ബോർഡുകളല്ലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബോർഡുകൾക്കും ഈ പോസ്റ്ററുകൾക്കുമുള്ള പണം ആരിഫിനും KC വേണുഗോപാലിനും ആരാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് പറയാൻ കാര്യം എന്താ, ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ്. എനിക്കാകപ്പാടെയുള്ളതൊരു പരസ്യവാഹനം മാത്രമാണ്. എനിക്കാകപ്പാടെയുള്ളതൊരു പ്രസംഗ പീഠം മാത്രമാണ്. വലതോ ഇടതോ ആരെങ്കിലും സാധാരണക്കാരനോട് പണം ചോദിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അപ്പോ ഇവിടുത്തെ വലിയ രാഷ്ട്രീയ മുന്നണികൾ മത്സരിക്കുന്ന പണം ആരുടെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതനും വലതനും അടിക്കുന്ന പോസ്റ്ററിന്റെ പണം ആര് കൊടുക്കുന്നതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതനും വലതനും ഈ ദേശീയപാതയ്ക്ക് രണ്ടു വശവും വെച്ചിരിക്കുന്ന വലിയ ബോർഡുകൾ ഉണ്ടല്ലോ, അതിനുള്ള പണം ആരാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കുമ്പോഴാണ് നിക്ഷിപ്ത താല്പര്യക്കാരൻ, സ്വാർത്ഥ താല്പര്യക്കാരൻ, കരിമണൽ കൊള്ള നടത്തുന്നവൻ, പാറമട മുതലാളി, കരിഞ്ചന്റെ കച്ചവടക്കാരൻ, ഇവരൊക്കെ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇടതനും വലതനും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഇവിടെ BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ആ ശോഭാ സുരേന്ദ്രൻ എന്താ പറയുന്നത്? അഴിമതിക്കെതിരാണ് താൻ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ അഴിമതിക്കെതിരാണെന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ പാർട്ടി BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോട്ടറി രാജാവായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി വാങ്ങിയത് 1380 കോടി രൂപയാണ് സുഹൃത്തുക്കളെ. 1380 കോടി രൂപ നിഷേധിക്കാൻ കഴിയോ ശോഭാ സുരേന്ദ്രന്? ഇനി ശോഭാ സുരേന്ദ്രന് പോട്ടെ, നരേന്ദ്രമോദിക്ക് നിഷേധിക്കാൻ കഴിയോ? അമിത്ഷയ്ക്ക് നിഷേധിക്കാൻ കഴിയോ? അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് മുന്നണികളും
പണക്കാരന്റെ, കരിഞ്ചന്തക്കാരന്റെ, പാറമടക്കാരന്റെ, കള്ളപ്പണക്കാരന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊറാട്ട് നാടകം കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ വ്യത്യസ്തനാവുന്നതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പോസ്റ്ററില്ല, എനിക്ക് വലിയ പരസ്യ ബോർഡുകളില്ല, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന പ്രചരണ വാഹനങ്ങളില്ല. ഒരൊറ്റ പ്രചരണ വാഹനവുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ആ പ്രചരണ വാഹനം കത്തിച്ചു കളയും എന്നാണ് ചില CITUക്കാർ ചിലയിടത്ത് നിന്നൊക്കെ മോങ്ങുന്നത്. എന്റെ പ്രചരണ വാഹനം കത്തിച്ചു കളയുമെന്ന്. എന്താ കാര്യം എന്നറിയാവോ? VS അച്യുതാനന്ദനെ കുറിച്ച് ഞാൻ പറഞ്ഞു. VS അച്യുതാനന്ദനെ കുറിച്ച് ഞാൻ പറയരുതെന്നാണ് ചില CITUക്കാർ പറയുന്നത്. VS അച്യുതാനന്ദനെ കുറിച്ച് എങ്ങനെ എനിക്ക് പറയാതിരിക്കാൻ കഴിയും? കാരണം VS അച്യുതാനന്ദന്റെ കൂടെ 2001-2006 കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. 2001-2006 കാലഘട്ടത്തിൽ VS മതികെട്ടാനും പൂയിൻകുട്ടിയിലും ഒക്കെ കയറിയിറങ്ങി നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്റെ ആകെയുള്ള പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില CITUക്കാർ വന്നിട്ട് പറയാണ് VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ കത്തിച്ചു കളയും. ഞാൻ പറഞ്ഞു ശരി, എന്നാ കത്തിക്ക്. പക്ഷെ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ എന്റെ പ്രചരണ വാഹനമല്ല, VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞ് എന്നെയും കൂടെ അങ്ങ് കത്തിച്ചു കളഞ്ഞോളൂ എന്ന് ഞാൻ പറഞ്ഞു. അതല്ലാതെ പിന്നെ ഞാൻ എന്താണ് പറയുക? അതിനെതിരായി ഇന്നലെ വയലാറിൽ ഞാൻ പ്രസംഗിച്ചു. അപ്പൊ DYFIയുടെ ചില സഖാക്കൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രചരണ വാഹനത്തിന് പുറകിൽ കൂടി വന്നിട്ട് പറഞ്ഞു കത്തിക്കൂന്ന് പറഞ്ഞാൽ കത്തിക്കൂന്ന്. DYFI എന്ന് പറഞ്ഞൊരു മഹത്തായൊരു സംഘടന ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിന് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ രാഷ്ട്രീയ പ്രചരണം നടത്തിയിരുന്നു. ഇന്ന് DYFIക്കാരുടെ പ്രധാന തൊഴിൽ എന്താണെന്നറിയോ? കത്തിക്കലാണ്, കത്തിക്കൽ. പക്ഷേ DYFI പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആള് വേറെയാണെന്ന്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ വോട്ട് പിടിക്കുക. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഒരു പണക്കാരന്റെ മുന്നിൽ ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കില്ല. ഒരു പണക്കാരന്റെ പണം കൊണ്ടും ഞാൻ രാഷ്ട്രീയ പ്രചരണം നടത്തില്ല. ഒരു പണക്കാരന്റെ പണം കൊണ്ടും ഞാൻ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഒരു പണക്കാരന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കില്ല. ഒരു പണക്കാരന്റെ മുമ്പിലും വിശ്വസ്ത വിനീത വിധേയനായി ഞാൻ നിൽക്കില്ല. അതാണ് എന്റെ ആസ്തിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ മത്സരിക്കുന്ന 3 മുന്നണികളും ഒന്നാണ് യഥാർത്ഥത്തിൽ. 1 തെരഞ്ഞെടുപ്പ് വരെ 3, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 1. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പുഴുത്ത് പൂത്ത് ചീഞ്ഞ് നാറിയ ഒരു ഭരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ആർക്കാണ് മാനം മര്യാദയായി ജീവിക്കാൻ പറ്റുന്നത്? പെൻഷൻ കൊടുത്തിട്ട് എത്ര കാലമായി? പെൻഷൻ തന്നെ 1600 കോടി രൂപ, 1600 രൂപയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് അര ദിവസം സാധാരണക്കാരന് 1600 രൂപ കൊണ്ട് ഒരാഴ്ച ജീവിക്കാൻ പറ്റുമോ? ആ 1600 കോടി രൂപ, 1600 രൂപ പെൻഷൻ കൊടുത്തിട്ട് മാസം എത്രയായി സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. തൊഴിലില്ലായ്മ 45 ലക്ഷം പേർക്ക് തൊഴിലില്ല കേരളത്തിൽ. 4,50,000 കോടി രൂപയുടെ കടം. ഒരാളുടെ തലയ്ക്ക് മേൽ ഉള്ളത് 1.5 ലക്ഷം രൂപയുടെ കടം. ആ നിലയിൽ അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും നട്ടം തിരിഞ്ഞ് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വീടിന് സൈഡിലേക്ക് മരം നിൽക്കുന്ന അതിന്റെ ചില്ല വെട്ടിക്കളയാൻ 1,77,000 രൂപ. എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിയുടെ കന്നുകാലിത്തൊഴുത്ത് വൃത്തിയാക്കാൻ കെട്ടിപ്പൊക്കാൻ 42 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് 80,000 രൂപ മാസ വാടക. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ റോഡുണ്ടാക്കാൻ 1,30,00,000. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കർട്ടൻ വാങ്ങാൻ 7 ലക്ഷം. എത്ര ഭീകരമായിട്ടുള്ള ധൂർത്താണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്ക്. സ്ത്രീ പീഡനങ്ങൾ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന ഒരുത്തൻ സർവതന്ത്ര സ്വതന്ത്രനായി ഇറങ്ങിപ്പോകുന്നു. എന്താ കാരണം? അവൻ DYFIയുമായി ബന്ധമുള്ളവൻ. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ വാളയാറിൽ മാസങ്ങൾക്കുള്ളിൽ കൊല ചെയ്യപ്പെട്ടു.
അതിന്റെ പ്രതികൾക്കും CPM-മായി ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവരും സർവതന്ത്ര സ്വതന്ത്രർ. എന്ത് വൃത്തികേടും DYFI-കാരന് കാണിക്കാം, എന്ത് വൃത്തികേടും എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും CPM-കാരന് നേതൃത്വം കൊടുക്കാം. അതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ. അതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരന് കഴിയുന്നുണ്ടോ? അതിനെതിരെ എന്തെങ്കിലും നിയമ പോരാട്ടം നടത്താൻ ഇവിടെ കോൺഗ്രസ്സുകാരന് കഴിയുന്നുണ്ടോ? ഒരു തവണയെങ്കിലും 2 or 3 തവണയെങ്കിലും കോടതിയിലേക്ക് പോകാൻ കോൺഗ്രസ്സുകാരന് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി BJP-കാരന്റെ ജോലി എന്താ? എങ്ങനെയെങ്കിലും പിണറായി വിജയനെ നിലനിർത്തുക. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും നിലനിർത്തലല്ലേ BJP-കാരന്റെ ജോലി. എന്നിട്ട് BJP-കാരൻ വന്ന് ലജ്ജയില്ലാതെ വോട്ട് ചോദിക്കുക. എന്തൊരു ഉളുപ്പില്ലായ്മയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അരവിന്ദ് കെജ്രിവാൾ എത്ര മാസമായി ജയിലിൽ കിടക്കുന്നു? ഒരു തെളിവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇല്ല. ഡൽഹി മദ്യനയ കേസിൽ മാപ്പ് സാക്ഷികളായിട്ടുള്ള 2 പേരുടെ മൊഴിയുടെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയത്. പിണറായി വിജയനെതിരെ എന്തുമാത്രം തെളിവുകൾ സുഹൃത്തുക്കളെ, എന്തുമാത്രം തെളിവുകൾ പിണറായി വിജയനെതിരെ. പക്ഷെ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ പിണറായി വിജയനെ കണ്ടാൽ മോഡിയുടെയും അമിത്ഷായുടെയും അന്വേഷണ ഏജൻസിമാർ മൂത്രമൊഴിക്കും. പിണറായി വിജയനെ കണ്ടാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ടടിക്കും. കേരളത്തിൽ വന്നാൽ പിണറായി വിജയനെ ഒന്നും ചെയ്തില്ലെന്നുള്ളത് പോകട്ടെ, പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെയെങ്കിലും ചോദ്യം ചെയ്യാൻ ജയിലിൽ പിടിച്ചടയ്ക്കാനുമുള്ള ധൈര്യം ഈ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഉണ്ടോ? കാരണം എന്താ? പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനാണ് CM രവീന്ദ്രൻ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആൾക്കറിയാം. അപ്പൊ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും നിലനിർത്തുന്ന BJP ഊത്ത് ചീഞ്ഞുനാറി പുഴുത്ത സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ, അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷം. ഈ 3 മുന്നണികൾക്കെതിരായിട്ടുള്ള മത്സരമാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അമിതമായ വാഗ്ദാനങ്ങളൊന്നും ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനില്ല. പക്ഷെ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എത്രയോ വർഷമായി നമ്മൾ ഇടത് വലത് വലത് ഇടത് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നു. ഒരു മാറ്റം വേണ്ടേ സുഹൃത്തുക്കളെ നമുക്ക്? അതുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 26-ാം തീയതി നടക്കാൻ പോകുന്ന അതിനിർണായകമായ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം, നിങ്ങളുടെ സമ്മതിദാനാവകാശം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എനിക്ക് അനുകൂലമായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.